CPMിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നൊരു നേതാവുണ്ട്, VS അച്യുതാനന്ദനാണ്. ഒപ്പം പ്രവർത്തിച്ചെന്ന് മാത്രമല്ല, വ്യക്തിപരമായി വലിയ തരത്തിലുള്ള സ്നേഹബന്ധം, ആത്മബന്ധം, സൗഹൃദം ഒക്കെ സൂക്ഷിച്ചിരുന്നതാണ് ഇരുവരും. VS അച്യുതാനന്ദ മകനായിട്ടുള്ള VA അരുൺകുമാർ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മളോട് പ്രതികരിക്കുന്നതിൻ്റെ ഒപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ഷോക്കിംഗ് ആയിപ്പോയി. ആക്ച്വലി അദ്ദേഹം ഹോസ്പിറ്റലായി ഒരു 3-4 ദിവസം കഴിഞ്ഞൊന്ന് ബെറ്ററായി വന്നതാണ്. പിന്നെയാണ് ഇത് വർസ്സായത്. ആ ബെറ്ററായി വന്ന സമയത്ത് ഞാനൊന്ന് മെസ്സേജ് ചെയ്തു, പുള്ളി അപ്പോൾ തന്നെ റിപ്ലൈ ഒക്കെ ചെയ്തു, ബെറ്ററായി വരും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ അച്ഛനുമായിട്ട് വളരെ നാളുകളായുള്ള ബന്ധമാണ്. അത് വളരെ സുദൃഢമായ ബന്ധമായിരുന്നു. അത് നമുക്കത് ഫീൽ ചെയ്യുന്ന യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച് അച്ഛന് വയ്യാതായിരുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇച്ചിരി സഹമായി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടുമല്ലോ. അത് അച്ഛനൊരു വാത്സല്യം അദ്ദേഹത്തിനോടുണ്ടായിരുന്നു. ഇച്ചിരി സഹവിന് തിരിച്ചൊരു കരുതൽ. കാരണം നമ്മൾ ഞാൻ പറഞ്ഞ ഈ അവസാനം ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ അച്ഛൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് കൂടെ പോകേണ്ടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു എക്സ്ട്രാ കരുതൽ വേണം. നമുക്കൊരു താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും ഒരു മീറ്റിങ്ങുകളിൽ വരുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം അത്രയും ടേക്ക് കെയർ ചെയ്തിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ കറക്റ്റായി പോകുന്നു. അച്ഛൻ്റെ കാര്യങ്ങൾ, താമസം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബെറ്ററാണ്. യാത്ര കുഴപ്പമില്ല. അച്ഛൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യം, അതായത് നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ ഉള്ളൊരു ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ വിശാഖപട്ടണം കോൺഫറൻസിന് ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് 3-4 പ്രാവശ്യം ഡൽഹിയിലെ സെൻട്രൽ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ അച്ഛൻ്റെ കൂടെ ഞാൻ പോയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ആ ഒരു കരുതൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. VSനെ കുറിച്ച് ഒരു ഘട്ടത്തിൽ യെച്ചൂരി തന്നെ നേരിട്ട് പറഞ്ഞൊരു ഭാഗമുണ്ട്. കേരളത്തിൻ്റെ ഫിദൽ കാസ്ട്രോയാണ് VS അച്യുതാനന്ദൻ. ഒപ്പം തന്നെ ഈ മുതിർന്ന നേതാക്കളുമായി അവരുടെ പാരമ്പര്യം, അവർ പാർട്ടിക്ക് ചെയ്ത സേവനം, ഇതൊക്കെ മനസ്സിലാക്കി ആ നിലയിൽ പെരുമാറുന്നൊരു നേതാവ് കൂടിയാണ് യെച്ചൂരി. അപ്പോൾ ഓരോരുത്തരെയും ആ നിലയിൽ ആ ബന്ധം സൂക്ഷിക്കാനുള്ള ഒരു ജാഗ്രത എപ്പോഴും യെച്ചൂരി സ്വാഭാവികമായി സൂക്ഷിച്ചിട്ടുണ്ട്. പലരും പല സന്ദർഭങ്ങളിൽ യെച്ചൂരി സാധാരണ മനുഷ്യരാകട്ടെ, മുതിർന്ന നേതാക്കളായാലും ഇവരെല്ലാം ഇത് യെച്ചൂരിയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പിതാവ് ശ്രീമാൻ VS അച്യുതാനന്ദൻ ഏറ്റവും മുതിർന്ന നേതാവാണ്. ആ പരസ്പരമുള്ള കൂടിക്കാഴ്ചയിൽ ഇവരുടെ സംസാരം, ഇവരുടെ സൗഹൃദം, അതൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അതങ്ങനെ ഓർത്തെടുക്കാനുള്ള എന്തെങ്കിലും? വളരെ പ്ലസൻ്റായിട്ടുള്ള മീറ്റിങ്ങുകളാണ്. അപ്പോൾ അച്ഛനെ കാണാൻ അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ വയ്യാതിരിക്കുന്നതിന് മുമ്പേ തന്നെ പല പ്രാവശ്യമൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫീസുകളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇവൻ AKG ഭവനിൽ വെച്ച് കാണുന്നതാണ്. ആ മീറ്റിങ്ങുകളൊക്കെ തന്നെ വളരെ സൗഹാർദ്ദപരവും കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഉള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് വളരെ കാര്യമായി സന്തോഷകരമായുള്ള ചർച്ചകൾ. അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ എനിക്ക് നേരത്തെ തോന്നിയിരിക്കുന്നതൊക്കെ കർഷക ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ആയിരുന്നു ഒരു മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം കർഷക പ്രസ്ഥാനങ്ങളുടെ, അത് കേരളത്തിലായാലും തെലങ്കാനയിലായാലും രാജ്യത്തെ ആയാലും അവർ നേരിടുന്ന വിഷയങ്ങൾ, അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മളൊരു കാർഷിക രാജ്യമാണല്ലോ, അപ്പോൾ അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇത് പോരാ എന്നുള്ള രീതിയിൽ അത് ശാസ്ത്രീയമായി ഇതിനൊരു കാര്യങ്ങളുണ്ടാകണമെന്നുള്ള ഒരു താല്പര്യം അച്ഛനും ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സംസാരങ്ങൾ പലപ്പോഴും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തിബന്ധമുള്ള ആളുകൾ തമ്മിലുള്ള സംസാരം എപ്പോഴും ആ ഒരു സന്തോഷത്തിൻ്റെയും ആ ഒരു കൺക്ലൂഷനും ഒക്കെ തന്നെ അങ്ങനെ ആയിരിക്കും. അപ്പം ഞങ്ങളുടെ ഫാമിലിയായിട്ട് തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലുള്ള ജീവിതമായിരുന്നു. അച്ഛന് വയ്യാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, വിളിച്ച് സംസാരിക്കും, എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ തന്നെ ഈ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വേണ്ട, നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടൊരു ലൈഫ് നടത്തണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമ്പോഴൊക്കെ തന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, അന്വേഷണം പറയണമെന്ന് അത് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു.